കരമുയർത്തി ഒന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാവിലെ നമ്മൾ വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിരുന്നു. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിച്ച് നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി പ്രവേശിക്കാം. 11-ന്റെ 1 ഒന്നോടെ വായിച്ചാട്ട്. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. രാവിലെ നമ്മൾ ആ വാക്യത്തിന്റെ പശ്ചാത്തലങ്ങളാണ് പറഞ്ഞത്. ഇവര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയാനുള്ള കാരണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ വചനത്തിൻ്റെ പ്രകാശനം അതീവ ശക്തമായി നമുക്ക് ബോധ്യമാക്കിയത് കൊണ്ട് രാവിലെ നമ്മൾ അത്രയും വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റിയില്ല. ഇന്ന് രാത്രി കഴിയുന്നിടത്തോളം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവായ യേശുവിൻ്റെ 7 പ്രധാന പ്രാർത്ഥനകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 7 പ്രധാന പ്രാർത്ഥനകൾ. യേശു ക്രിസ്തു 7 പ്രാർത്ഥനയാണ് ഭൂമിയിലായിരുന്നപ്പോൾ ആകെ പ്രാർത്ഥിച്ചുള്ളൂ എന്നതിനർത്ഥമില്ല. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് പ്രധാനപ്പെട്ട 7 പ്രാർത്ഥനകളാണ്. നമുക്ക് ആ 7 പ്രാർത്ഥനകളെ ഒന്ന് ശ്രദ്ധിച്ച് അതിനകത്തൂടെ ഈ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസ് എഴുതിയിരിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലാണ്. ബൈബിൾ തുറന്നിട്ട് നിങ്ങളെ വാക്കുകളിലേക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് വാക്യം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മതി. ലൂക്കോസ് എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന കർത്താവ് സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറിയതിന് ശേഷം. അപ്പോൾ യേശുക്രിസ്തു മാത്രമല്ല സ്നാനപ്പെടുന്നത്, അവിടെ എഴുതിയിരിക്കുന്നു ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ. അപ്പോൾ ഒത്തിരി ആളുകൾ സ്നാനമേറ്റുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒത്തിരി ആളുകൾ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനാണ് സ്നാനപ്പെടുത്തുന്നത്. രാവിലെ ഞാൻ ആ സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ചെറുതായിട്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ വരിവരിയായി വന്ന് സ്നാനപ്പെടുന്നു. എല്ലാവരും സ്നാനപ്പെട്ടിട്ട് സ്തോത്രം വെള്ളത്തിൽ നിന്ന് കയറി ഈറനായ അല്ലെങ്കിൽ നനഞ്ഞ വസ്ത്രം ധരിച്ച് മുകളിലേക്ക് കയറി അവർ ചിലപ്പോൾ വസ്ത്രം മാറിയോ അല്ലാതെയൊക്കെ മടങ്ങിപ്പോവുക. സ്നാനപ്പെട്ട് മുകളിലേക്ക് കയറി എല്ലാവരും മടങ്ങിപ്പോവുക. പക്ഷേ യേശുക്രിസ്തു എല്ലാ കാര്യത്തിലും വ്യത്യസ്തനാണ്. അതോർത്ത് കർത്താവിന് നന്ദിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. എല്ലാരെ പോലെ അല്ല യേശു. യേശുവിന് ഒത്തിരി മാതൃകയുണ്ട്. എല്ലാവരും സ്നാനപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് കയറി യോഹന്നാൻ്റെ സ്നാനം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിപ്പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാവരും സ്നാനമേറ്റ് വീട്ടിൽ പോയി, എല്ലാവരും സ്നാനമേറ്റ് അവരവരുടെ പണിക്ക് പോയി. എന്നാൽ യേശു സ്നാനമേറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ നിങ്ങളോട് മതിയൊരു മാതൃക പറയാം. സ്നാനമേറ്റതൊരു തുടക്കമാണ്. സ്തോത്രം. അത് അവസാനമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് വരുമ്പോൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണമനുസരിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അപ്പം സ്നാനമേറ്റതോടുകൂടി എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്. പലരും, ഇവിടുത്തെ ഭാഗം ഞാനൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പലരും സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞെന്നോർത്ത് എല്ലാവരും വീട്ടിലേക്ക് പോയി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു, എല്ലാവരുടെ ഇടയിൽ യേശു സ്നാനമേറ്റ് കഴിഞ്ഞിട്ട്, യേശു സ്നാനമേറ്റിട്ട്, ആ വാക്കിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഒന്നോടെ പറയാം, സ്നാനമേറ്റ് നിർത്തുകയല്ല, സ്നാനമേറ്റ് ഒതുങ്ങുകയല്ല, സ്നാനത്തിനപ്പുറം ചില അത്ഭുതങ്ങളിലേക്ക് നയിക്കണം. സ്തോത്രം. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ സംഭവിച്ചു? പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങൾ നടന്നു. ഞാൻ ഇന്ന് ഈ വാക്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. കേട്ടോളേ. സ്നാനമേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. എന്താണ് 3 കാര്യങ്ങൾ നടക്കുന്നത്? ഒന്നാമത്തെ കാര്യം,
പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്ത് പറയാം, പ്രാർത്ഥന ഒരു താക്കോല് പോലെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്തിൻ്റെ താക്കോൽ? സ്വർഗം തുറക്കാൻ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കും. ഇന്ന് രാത്രികാലവും ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇരിക്കുന്ന വീടിൻ്റെ മോളിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. വെറും പ്രാർത്ഥന പ്രാർത്ഥിച്ച് മടങ്ങരുത്. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം വ്യത്യാസമുണ്ട്, ഓരോരോ വ്യത്യാസമുണ്ട്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്കിനകത്തെ വ്യത്യാസം ഇതാണ്: അന്ന് വരെ ആരും പ്രാർത്ഥിച്ച് സ്വർഗം തുറന്നിട്ടില്ല. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. ഞാൻ യഹൂദൻ്റെ പ്രാർത്ഥന രാവിലെ നിങ്ങൾ പറഞ്ഞല്ലോ, അവർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തീർന്നില്ല. സ്തോത്രം. അവർ രാത്രിയിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമായിരുന്നു. ദിവസത്തിൽ 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും തിരുവെടുത്ത് പഠിപ്പിക്കുന്ന സത്യം ഇതാണ്: അന്ന് വരെ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചിട്ട് യഹൂദൻ്റെ ഇടയിൽ സ്വർഗം തുറന്നില്ല. പക്ഷേ യേശുക്രിസ്തു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചില വാതിലുകൾ തുറക്കാനിടയാകും. ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിൽ വിശ്വസിക്കുന്നു? സ്തോത്രം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുകയല്ല. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് തുറക്കാനിടയാകണം. അടഞ്ഞുപോയ വാതിലുകൾ, അടഞ്ഞുപോയ വഴികൾ തുറക്കാനിടയാകണം. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, പ്രാർത്ഥനയിൽ ചിലത് തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രികാലം വിശ്വസിക്ക്. ചില വഴികൾ വാഗ്ദത്തം ചെയ്തിരുന്ന ചില വഴികളൊക്കെ തുറക്കാനിടയാകണം. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തു നോക്കേ, സ്തോത്രം, ലോകത്തിൽ തുറക്കാൻ ഏറ്റവും എന്താ പറയുക, ബുദ്ധിമുട്ട്, മനുഷ്യർക്കാർക്കും തുറക്കാൻ പറ്റാത്തത്, തുറക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സ്വർഗമാണ്. കാരണം ഇവിടെ നിന്നുകൊണ്ട് നമുക്കാർക്കും തുറക്കാൻ പറ്റിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും പ്രയാസം ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം സ്വർഗമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കാമെങ്കിൽ ഭൂമിയിലെ അടഞ്ഞ പലതും തുറക്കാൻ പറ്റില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വഴി അടഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ചാൽ തുറക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ഈ ഭാഗം നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, പലരും വ്യത്യസ്തരാകാനിടയായി തീർന്നാൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ എല്ലാവരും ചെയ്യുന്ന പോലെ, ഇപ്പം ഇവിടെ എല്ലാവരും സ്നാനപ്പെട്ട് കയറിപ്പോയി, ഞാനും സ്നാനപ്പെട്ട് കയറിപ്പോകുന്നവരുടെ പുറകെ വരിവരിയായി പോയാൽ ഒന്നും സംഭവിക്കുകയല്ല. ഇതിനിടയിൽ വ്യത്യസ്തനാകാൻ ശ്രമിക്കണം. അങ്ങനെ വ്യത്യസ്തരാകാൻ ശ്രമിച്ചാൽ സ്വർഗം ദൈവം തുറക്കാനിടയാകും. സ്തോത്രം. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് എഗസ്കേൽ പ്രവചനം 1:1 എഗസ്കേൽ പ്രവചനം 1:1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? എഗസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഗസ്കേൽ പ്രവചനം 1:1-2 വായിക്കാമോ? 30-ാം ആണ്ട് 4-ാം മാസം അടുത്തത് 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. മതി. സ്തോത്രം. നോക്കേ, നിങ്ങൾ ശ്രദ്ധിച്ച ഭാഗം ശ്രദ്ധിച്ചേ. ബൈബിളിലെ ചില ഭാഗങ്ങൾ നമ്മൾ സ്തോത്രം എല്ലാം ഒരു പത്ര റിപ്പോർട്ടർ എഴുതിയിരിക്കുന്നത് പോലെ എഴുതിയിരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. ഒരു സംഭവം നടന്നു, ഒരു പത്രക്കാരി എന്ന റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയല്ല, അതിൻ്റെ സൂചനകളാണ് പലപ്പോഴും തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നു, ബാബേൽ പ്രവാസത്തിൽ ഇരിക്കുകയാണ് എഗസ്കേലിനെ ബാബേലിലേക്ക് പ്രവാസത്തിൽ പിടിച്ചോണ്ട് പോയിരിക്കുക. അപ്പോൾ ബാബേലിൽ ചെന്നപ്പോൾ പ്രവാസത്തിൽ യെരൂശലേമിൽ ഇരുന്ന യഹൂദന്മാരിൽ ഒരു നല്ല സംഘം ആളുകളെ ബാബേലിലേക്ക് ബാബേൽ രാജാവ് പിടിച്ചോണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ മനസ്സിന് ഭാരം തോന്നി, നിരാശ തോന്നി. സ്തോത്രം. അവരിൽ പലരും അങ്ങ് ഒതുങ്ങിപ്പോയി. എന്നാൽ എഗസ്കേലും അവരുടെ കൂടെ പ്രവാസത്തിൽ പോയ ആളാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എഗസ്കേൽ എന്ത് ചെയ്തു? സ്തോത്രം. അവർക്ക് കൊടുത്ത, ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ, പ്രവാസികളായി പോയിരിക്കുന്ന ആളുകളെ അവിടെ ചെല്ലുമ്പോൾ വലിയ കൊട്ടാരത്തിലൊന്നും ആയിരിക്കുകയല്ല പാർപ്പിക്കുന്നത്. സ്തോത്രം. വലിയ സെറ്റപ്പ് ഒന്നും ആയിരിക്കുകയല്ല. വലിയ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ ക്യാമ്പുകൾ പോലെ അവിടെയായിരിക്കും ഇവരെ പാർപ്പിക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഒന്നിച്ച് പാർക്കുന്ന കോളനി പ്രദേശം പോലത്തെ ക്യാമ്പുകളിലായിരിക്കും പ്രവാസികളെ കൊണ്ടുപോയി പാർപ്പിക്കുന്നത്. അവരവിടുത്തെ അടിമകളാണ്. അങ്ങനെ അവിടെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൂടി അടിമവേല ചെയ്തു പോരുന്നവരാണ് മിക്കവാറും ആളുകൾ.
പക്ഷെ ഇവിടെ വായിച്ച നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, അവിടെ ഒരു ഡേറ്റ് ഇട്ടിട്ട് പറയുകയാണ്, ആ സമയത്ത് ഞാൻ എവിടെ ഇരിക്കുമ്പോഴാ കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ പുള്ളി അവിടെ പോയിരിക്കുന്നത്? കാറ്റ് കൊള്ളാനാണോ? സ്തോത്രം, സമയം പോക്കാനാണോ? ടെൻഷൻ മാറ്റാനാണോ? അല്ല. അവിടെ ഞാൻ പറഞ്ഞത് പത്ര റിപ്പോർട്ടിൽ എഴുതിയിരിക്കുകയല്ല. നമ്മൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? സ്തോത്രം, ദാനിയേൽ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതുപോലെ. സ്തോത്ര, ഹല്ലേലൂയ. ഹിദ്ദേക്കൽ നദീതീരത്തിരിക്കുമ്പോൾ 10-ാം അധ്യായത്തിലാണോ 10-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് ഓടിവാ, നമുക്കൊന്ന് പഠിച്ചിട്ട് തിരിച്ചു വരാം. സ്തോത്രം, ദാനിയേൽ പ്രവചനം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, 10-ന്റെ തുടക്കം മുതൽ എഴുതിയിരിക്കുന്നിടത്ത് അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാട്ടെ. 10-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ നോക്കിയാട്ടെ. സ്തോത്രം, താഴെ ഞാൻ ഹിദ്ദേക്കൽ നദീതീരത്തിരിക്കുമ്പോൾ എന്നൊരു ഒരു വാക്ക്, അതെ, 4-ാമത്തെ വാക്യം. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഹിദ്ദേക്കൽ എന്ന മഹാനദീ തീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ചണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയായിരുന്നു. നിങ്ങൾ കണ്ടോ? സ്തോത്രം, ആരാണ് വന്നിരിക്കുന്നത്? ഒരു ദൂതനാണോ? ദൂതനല്ല, പിന്നെ ആരാണ്? ഞാൻ ഒന്നോടെ പറയാം, നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആ വന്നിരിക്കുന്ന ആളുടെ രൂപം, അയാൾ ധരിച്ചിരിക്കുന്ന യൂണിഫോം എങ്ങനെയാ? സ്തോത്രം, ഊഫാസ്തംഗം കൊണ്ട്, സ്തോത്രം, അരയ്ക്ക് ഊഫാസ്തംഗം കെട്ടിയിരിക്കുന്നു, കാലുകൾ ചുട്ടു പഴുത്തിരിക്കുന്നു, കണ്ണുകൾ തീപ്പന്തം പോലെ ഇരിക്കുന്നു, ശബ്ദം പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ ഇരിക്കുന്നു. ആ ഭാഗം മുഴുവൻ വായിച്ച തലമുടി ഹിമം പോലെ വെളുത്തിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തീപ്പന്തം പോലെ ഭുജങ്ങൾ, കാലുകൾ മിനുക്കിയ താമ്രം പോലെ ഇരിക്കുന്നു, വാക്കുകൾ പുരുഷാരത്തിന്റെ ആരവം പോലെ ഇരിക്കുന്നു. സ്തോത്രം, ദേഹം ഗോമേതകം പോലെ ഇരിക്കുന്നു, മുഖം മിന്നൽ പ്രകാശം പോലെ ഇരിക്കുന്നു. ഇങ്ങനെ വന്ന ഒരാളെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? ദൈവമേ, കണ്ടിട്ടുണ്ടോ? പത്മോസിൽ യോഹന്നാൻ കിടക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ ഭാഗവുമായിട്ട് ഇപ്പൊ കമ്പയർ ചെയ്യാൻ നമുക്ക് നേരമില്ല, വീട്ടിൽ പോയി കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ യോഹന്നാൻ പത്മോസിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കർത്താവ് ഇറങ്ങി വന്നത്. എങ്ങനെയാണ്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാൽപാദങ്ങളുള്ളവനായി, പെരുവെള്ളത്തിനൊത്ത ശബ്ദമുള്ളവനായി. വായിച്ചിട്ടില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പത്മോസിൽ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ ഇറങ്ങി വന്നവൻ ആരാണോ ആ വന്നവൻ തന്നെയാണ് ഈ ദാനിയേൽ 10-ാം അധ്യായത്തിലും ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ വന്നതൊരു ദൂതനല്ല. ദൂതനാണെങ്കിൽ ദാനിയേൽ കാൽക്കൽ ചെന്ന് വീഴുവോ? കാരണം 9-ാം അധ്യായത്തിൽ ദൂതൻ വന്നിട്ടുണ്ട്. ദൂതനെ ആരാധിക്കാമോ? ദൂതന്റെ കാൽക്കൽ ചെന്ന് വീഴാമോ? സ്തോത്രം, 10-25-40 വർഷമായിട്ട് ആരാധിക്കുന്ന അമ്മച്ചിമാർക്കെങ്കിലും അറിയില്ലേ? എല്ലാവരെയും കാണുമ്പോൾ ആരാധിക്കില്ലല്ല, ദൂതനെ ആരാധിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദാനിയേല് ഇതിനു മുമ്പ് കണ്ടപ്പോഴൊന്നും പാടിയിട്ടില്ല, നേരെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടില്ല. നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആത്മസാന്നിധ്യം കൊണ്ട് ദാനിയേല് സ്തോത്രം വിറച്ചു പോയെങ്കിൽ, പേടിച്ചു പോയെങ്കിൽ വന്നത് ദൂതനല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പൂർവകാല നിത്യതയിൽ തേജസ് അണിഞ്ഞിരുന്ന മഹാദൈവത്തിന്റെ പുത്രനായ മശിഹാ തമ്പുരാൻ സ്തോത്രം ഹിദ്ദേക്കൽ നദീതീരത്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണം, ഈ മനുഷ്യൻ ഹിദ്ദേക്കൽ നദീതീരത്തും യഗസ്കേല് കേബാർ നദീതീരത്തേക്ക് ഇരിക്കുമ്പോൾ ചുമ്മാ കാറ്റ് കൊണ്ട് വൈകുന്നേരം പോയി ഇരിക്കുമ്പോൾ യേശു ഇറങ്ങി വരുമെന്ന് വിചാരിക്കരുത്. ഈ ഭാഗത്തിനകത്ത് അണ്ടർസ്റ്റുഡാണ്. ഇവര് അവിടെ പോയി ഇരുന്നതെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു, 21 ദിവസത്തേക്ക് ദാനിയേൽ ജോലിക്ക് പോയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, സ്തോത്രം, തലയിൽ എണ്ണ തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഒരു വിഷയത്തിൽ മാത്രം ഏകാഗ്രമായി ഈ നദീതീരത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നാളിറങ്ങി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. യഗസ്കേൽ പ്രവചനത്തിനകത്ത് യഗസ്കേൽ പ്രവാചകൻ
ഈ ഖേബാർ നദിയുടെ തീരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥിച്ചു എന്നൊരു വാക്കില്ലെങ്കിലും ഒരാത്മീകന് വിശ്വസിക്കാം, വെറുതെ ഇരിക്കുമ്പോൾ സ്വർഗം തുറക്കുകയല്ല, വെറുതെ ഇരിക്കുമ്പോൾ യേശു വരികയല്ല, പ്രാർത്ഥിക്കുന്നവരുടെ നടുവിലേക്ക് അവൻ ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം 7 ദിവസത്തെ പ്രാർത്ഥന നടക്കുക. വെറും ഒരു ചടങ്ങാകാതിരിക്കാൻ പരിശുദ്ധാത്മാവന്റെ കയ്യിൽ തന്ന ദൂത് ഞാൻ പറയുക. എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ഇതിന് നടുവിലേക്ക് യേശു വന്നു എന്ന് അനുഭവിച്ചറിയാൻ, ശരീരത്തിൽ അനുഭവിക്കാൻ, ആത്മാവിൽ അനുഭവിക്കാൻ, മനസ്സിൽ അനുഭവിക്കാൻ യേശുവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രികാലം അതിന് മനസ്സുള്ള ദൈവമക്കൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം തുറക്കണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പറ്റിയല്ല. സ്വർഗം തുറക്കണമെങ്കിൽ നമ്മുടെ കഷ്ടതയും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റിയല്ല. നമുക്ക് ആരാണ്ടും കൂടോത്രം ചെയ്തു, ആരാണ്ടും സ്തോത്രം നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്വർഗം തുറക്കുകയല്ല. വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇത്രയും ആളൊന്നും വേണമെന്നില്ല. ഇവരൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിലരോട് പറയാം, സ്തോത്രം, പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് പാമടക്കി വെക്കരുത്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് സംഭവിക്കുമായിരുന്നു. ഇന്ന് രാത്രി അങ്ങനെ ഒരു രാവിലെ മുതൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥന മാറിയാൽ ഉണർവുണ്ടാകും, പ്രാർത്ഥന മാറിയാൽ വിടുതലുണ്ടാകും. ഇന്ന് രാത്രി പതിവ് പ്രാർത്ഥനയ്ക്കപ്പുറം നിങ്ങൾ ചിലരെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനക്കാരാക്കി മാറ്റാൻ, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനക്കാരികളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇത് സംഭവിക്കുമെന്ന്, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ, ഇതൊന്നും ആയുസ്സിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കുകയല്ല. ഇങ്ങനെ ഇതിനകത്തിരുന്ന് കൊട്ടിപ്പാടി മരിക്കാം. എന്നാൽ ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെന്ന്, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, എല്ലാവരും ഇല്ലേ, പ്രവചിക്കുന്നവരില്ലേ? നിങ്ങളത് ചിന്തിച്ചേ. ഞാൻ കൊതിയോടെ ആത്മാർത്ഥതയോടെ പറയുക, എന്റെ മനസ്സിൽ ഇതൊക്കെ പഠിച്ച അന്ന് മുതൽ എന്റെ പ്രാർത്ഥനയാ, ഞാൻ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ സ്വർഗം തുറന്നാൽ, ഞാൻ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ ദാനിയേലിൽ ഇറങ്ങി വന്നതുപോലെ എന്റെ യേശു ഇറങ്ങി വന്നാൽ അവിടുത്തെ അന്തരീക്ഷം എന്തായിരിക്കും? നിങ്ങൾ പാട്ടുകാർ ഇവിടെ ഇല്ലേ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നാൽ എന്തായിരിക്കും ആ കോൺഗ്രേഷനകത്തെ അന്തരീക്ഷം? പാടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഇറങ്ങി വന്നാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമല്ല. വിശ്വസിച്ചാൽ, ആത്മഭാരമുണ്ടെങ്കിൽ, വെളിപ്പാടുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വ്യത്യസ്തനാകാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിൽ ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയുടെ വ്യത്യസ്തത നിന്നെ ഒരു അസാധാരണ മനുഷ്യനാക്കും. ചിലരെങ്കിലും തീ പിടിക്കുന്നത് പോലെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലാകുന്ന, ഇതിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, സ്തോത്രം, മനോഹരമായി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മുമ്പിൽ വന്നൊക്കെ പാടുന്ന, ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാം, നിങ്ങൾ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കണം. നാളുകളിൽ നിങ്ങൾക്ക് അവസരം തരുമ്പോൾ നിങ്ങൾ പാടുമ്പോൾ സ്വർഗം തുറക്കണം. നിങ്ങൾ പാടുമ്പോൾ യേശു ഇറങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഒരു വലിയ ലൈഫ് ചേഞ്ചിന് വേണ്ടി, ഇതൊരു പഴയ സഭയാണ്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, വളരെ പഴയ സഭയാണ്, സ്തോത്രം, വളരെ പ്രായമുള്ള 1-2 തലമുറ കഴിഞ്ഞ സഭയാണ്, ഇതിനകത്ത് കൂടുതൽ പ്രായമുള്ളവരാണ്. ഞാൻ നിങ്ങളെല്ലാവരോടും പറയാം, സ്തോത്രം, ഹല്ലേലൂയ, ഇതങ്ങ് മരവിച്ചു പോകാനല്ല, ഒരു പുതിയ തുടക്കം കുറിക്കാൻ. സഭാഹോള് പുതുക്കപ്പെടുന്നതല്ല വിഷയം, വിശ്വാസ ജീവിതത്തിൽ ഒരു പുതുക്കമുണ്ടാകാൻ, ഈ മാറ്റത്തോട് കൂടെ ഒരു ആത്മീക മാറ്റം ഉണ്ടാകാൻ നിങ്ങൾ ചിലര് തയ്യാറായാൽ ഇവിടെ ഇനിയും ഉണർവുണ്ടാകും. ഇവിടെ ഇനിയും ദൈവപ്രവൃത്തി നടക്കും.
അപ്പൊ ചിലരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നിട്ടുണ്ടെന്ന്, ചിലരൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്നിട്ടുണ്ട്. സ്തോത്രം. പത്മോസിൽ എന്താ നടന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ യേശു വരുമോ? നമ്മുടെ മനോഭാവം എങ്ങനെയാ? സ്തോത്രം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കുറേ കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവം അങ്ങ് സ്വർഗത്തിരുന്ന് കേൾക്കുന്നതാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ വാക്യം വായിച്ചു നോക്കി. പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങുമെന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. ഇതൊക്കെ പഴയ നിയമത്തിലെ കഥയല്ലേ പാസ്റ്റർ എന്ന് പറയരുത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 17-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 17-ാം വാക്യം വായിച്ചേ. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. മതി, ബാക്കി ഞാൻ പറഞ്ഞുവിടാം. പൗലോസാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വല്ലാത്ത വിഷമത്തിന്റെ നടുവിൽ പൗലോസ് സാക്ഷ്യം പറയുകയാണ്. 22-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ സാക്ഷ്യം പറയുക. അപ്പൊ സാക്ഷ്യം പറയുമ്പോൾ അയാൾ പറയുകയാണ്, പിന്നെ ഞാൻ യെരൂശലേമിൽ ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഒരു വിവശതയിലായി. വിവശത എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത്. യോഹന്നാൻ അങ്ങനെ ഒരു വിവശതയിലായി, പൗലോസായി. അതിനർത്ഥം ആത്മാവിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവിന് പല തലങ്ങളുണ്ട്. നമ്മുടെ അന്യഭാഷ പറയുന്ന തലം വരെ ആയിരിക്കും വന്നിട്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില മേഖലകളുണ്ട്. അങ്ങോട്ട് കയറിപ്പോയാൽ ഈ അന്തരീക്ഷത്തിൽ തന്നെ പല ലെയറുകളില്ലേ. ഇത് നമ്മളെന്തിനാ പറഞ്ഞ അന്തരീക്ഷത്തെ കൂട്ടുപിടിക്കണ്ട. എഗസ്കേൽ പ്രവചനത്തിൽ വായിച്ചിട്ടില്ലേ, പാസ്റ്റ് വായിച്ചിട്ടില്ലേ? നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തത്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ആത്മനദിയുടെ ഒരേ ലെവലാണ്. വേണമെങ്കിൽ നരിയാണിയോളം മാത്രം നിന്നിട്ട് പോകാം, വേണമെങ്കിൽ മുട്ടോളം വരെ ഇറങ്ങാം, വേണമെങ്കിൽ അരയോളം വരെ ഇറങ്ങാം. അതിനപ്പുറം നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, സ്വത്രം നമ്മളെ കാല് തറയിൽ ഉറയ്ക്കാത്ത രീതിയിൽ മറ്റൊരു തല ഉണ്ടെന്നല്ല എഴുതിയിരിക്കുന്നേ. നീന്തിയിട്ടല്ലാതെ പോകാൻ പറ്റാത്ത മറ്റൊരു തലമുണ്ട്. എന്നും കാല് നനയാതെ അക്കരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏത്? ആത്മനദിയിൽ കാല് നനയാതെ അക്കരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നും വരണ്ടിരിക്കും. സ്തോത്രം. എന്നാൽ നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയാത്തൊരാത്മസാന്നിധ്യം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു ലെവലാണ്. പൗലോസ് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ മറ്റൊരു ലെയറിലേക്ക് പ്രവേശിച്ചു. അതിനെഴുതിയിരിക്കുന്ന വാക്കാണ് ഒരു വിവശതയിലായി. വിവശതയിലായപ്പോൾ എന്തോ സംഭവിച്ചു? അവനെ കണ്ടു. ആരെയാ? യേശുവിനെ കണ്ടു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കാണാൻ പറ്റുമോ? പ്രാർത്ഥിക്കുമ്പോൾ യേശു ഇറങ്ങി വരുമോ? അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഒരാളെങ്കിലും, ഇനി നിങ്ങൾക്കാർക്കും പറ്റിയില്ലെങ്കിൽ ഓൺലൈനിൽ ഒത്തിരി പേര് കേൾക്കുന്നുണ്ടായിരിക്കും, ഇന്ന് കേട്ടില്ലെങ്കിൽ എന്നെങ്കിലും കേൾക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ഈ രാത്രി തന്നെ ഓടിപ്പോയി യേശുവിനെ ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ചിലപ്പോൾ ഇറങ്ങിയെന്നിരിക്കില്ല. പക്ഷേ ആത്മീകരുടെ ഇടയിൽ വ്യത്യസ്തനായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവരുടെ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്നാനമേറ്റ അനന്തരമുള്ള പ്രാർത്ഥനയിൽ ഒന്നാമത് നടന്നത് സ്വർഗം തുറന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചേർത്ത് വെച്ച് പറയാം, നിന്റെ പ്രാർത്ഥനയിൽ ചില വാതിലുകൾ തുറക്കണം. നിന്റെ മക്കൾക്ക് വഴികൾ തുറക്കണം. ഞാനൊരു കർത്തൃദാസനാണ്. ഈ ഭാഗമൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളെല്ലാം വഴി അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കണം. ഏറ്റവും ബുദ്ധിമുട്ട് സ്വർഗ കവാടങ്ങൾ തുറക്കാനാണ്. ഭൂമിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെങ്കിൽ സാത്താൻ അടച്ചതോ ദുഷ്ടശക്തികൾ അടച്ചതോ എന്തുമാകട്ടെ, അത് പ്രാർത്ഥിച്ചാൽ തുറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ
സന്തോഷത്തോടെ പറ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ചില പുതിയ കുടുംബങ്ങളുടെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിലാണ് പുതിയ പുതിയ വാതിലുകൾ തുറക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ അവസരത്തിന്റെ വാതിൽ തുറക്കും. ഹല്ലേലൂയ. അവസരങ്ങളുടെ വാതിൽ തുറക്കപ്പെടും. യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, സ്വർഗം തുറന്നു. ഒന്ന്. രണ്ടാമത് എന്താ സംഭവിച്ചത്? സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ അവന്റെ മേലിറങ്ങി. അവരുടെ മേലിറങ്ങി എന്നല്ല, അവന്റെ മേലിറങ്ങി. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. സ്തോത്രം. ആത്മസാന്നിധ്യം. ആത്മാവ് ഇറങ്ങുമെന്നൊരു വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പക്ഷേ സ്തോത്രം, ഇവിടെ പ്രത്യക്ഷത്തിൽ അന്ന് സ്തോത്രം അവിടെ പ്രാവെന്ന രൂപം, അഥവാ ആളുകളുടെ കണ്ണിൽ കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷത്തിൽ ആത്മാവ് ഇറങ്ങി. അത്രയുള്ള അതിനർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. ശരിക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥന മാറിയാൽ സഭയിൽ ആത്മാവിന്റെ പ്രത്യക്ഷ അടയാളങ്ങൾ കാണാൻ തുടങ്ങും. പ്രാവായിട്ട് ഇവിടെ പറന്നിറങ്ങിയും അതിന്റെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല. അതല്ല പറയുന്നത്. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പ്രത്യക്ഷത്തിൽ അറിയാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ആ പ്രാർത്ഥന വേണോ? ഞാൻ പറഞ്ഞല്ലോ, സത്യം നിങ്ങൾ അറിയുകയാണ്. അറിഞ്ഞതിനപ്പുറം, പ്രാർത്ഥിച്ചതിനപ്പുറം മറ്റൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥന പോലെയല്ല, സമുദായ പ്രാർത്ഥന പോലെയല്ല. അതൊക്കെ രാവിലെ ഞാൻ പറഞ്ഞു. യഹൂദ മതത്തിന്റെ പ്രാർത്ഥന പോലെയല്ല, യോഹന്നാന്റെ കൂട്ടായ്മയുടെ പ്രാർത്ഥന പോലെയല്ല. യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞത്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാനാണെങ്കിൽ പഠിപ്പിക്കാൻ പറയണ്ട. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കും. അടയാളങ്ങൾ കാണും, ചില വിഷയങ്ങൾ നടക്കും. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ആഗ്രഹിക്കണം, സഭ ഒരുമിച്ച് സമയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും പാസ്റ്ററെ, ഞാൻ എൻ്റെ അനുഭവം കൂടി ചേർത്ത് പറയാം, എല്ലാ യോഗത്തിനൊന്നും അതിഥി പ്രസംഗിക്കാരെ വിളിക്കരുത്. സ്തോത്രം. നല്ലതാണ്, വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ ഒരു 7 ദിവസമൊക്കെ വെച്ച് വിളിക്കണം, ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വരാം. പക്ഷെ അല്ലാത്ത സമയത്ത് എല്ലാവരെയും വരുന്നവൻ മതി. ഇതിനകത്ത് എല്ലാ 100 പേരുള്ള സഭയിൽ 100 പേരെ ഒന്നും പ്രാർത്ഥിക്കാൻ കിട്ടിയല്ല. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കിട്ടിയല്ല. പ്രാർത്ഥിക്കാൻ 100 പേരുള്ള സഭയിൽ 10-12 പേരെ കിട്ടത്തുള്ളൂ. അത്രയും പേര് ഒരുമിച്ച് വന്ന് ഇത്രയൊന്നും അകന്നിരിക്കാതെ ഇവിടെ താഴെ ഇരിക്കാൻ പറ്റുന്നവർ വട്ടത്തിലിരുന്ന്, അത്രയും വയ്യാത്തവരെ പുറകിൽ കസേരയിട്ടിരുന്ന് ദൈവദാസനെ കൂടെ ഇരുന്ന് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കൂട്ടത്തിനിടയിൽ ആത്മാവ് പ്രവർത്തിക്കുന്നത് പ്രത്യക്ഷമായി കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി പ്രാവെന്ന വണ്ണം ഇറങ്ങി വരുമെന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല. അത് അന്നത്തെ ഒരു അടയാളമാണ്. പ്രാവെന്നവണ്ണം ഇറങ്ങി വന്നു. പക്ഷെ ഇവിടെ ഇനി പ്രാവിനെ ഇറക്കാനല്ല ശ്രമിക്കേണ്ടത്. പിന്നെയോ പ്രത്യക്ഷത്തിൽ ആത്മപ്രവർത്തികൾ നടക്കണം. അത് പ്രാർത്ഥിച്ചാലേ സംഭവിക്കത്തുള്ളൂ. അവിടെ യോർദാനിൽ സ്നാനപ്പെട്ട പലരും സ്നാനപ്പെട്ട് വീട്ടിൽ പോയപ്പോൾ ഒരുവൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവവേലയ്ക്ക് ഭാരമുള്ളവരോ പ്രാർത്ഥിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഒന്നും ഈ ദാഹം കാണില്ല. പക്ഷെ ഈ സഭയിൽ എല്ലാവർക്കും കാണില്ല. ഈ സെന്ററിൽ എന്റെ ദൈവദാസനെ എല്ലാ ശുശ്രൂഷകന്മാർക്കും പോലും കാണില്ല. വ്യത്യസ്തനാകാൻ തീരുമാനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിന്റെ പ്രത്യക്ഷ അടയാളങ്ങൾ നടക്കും. സഭായോഗത്തിൽ ആത്മാവിന്റെ പ്രത്യക്ഷ അടയാളങ്ങൾ നടക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് ആരും പറയാതെ എല്ലാവർക്കും മനസ്സിലാകണം. അങ്ങനെ ചില സംഭവങ്ങൾ നടക്കും ശക്തമായി പ്രാർത്ഥിച്ചാൽ. സ്തോത്രം. ഇത് രണ്ടാമത്തതാണ് ആ പ്രാർത്ഥനയിൽ. മൂന്നാമത് വീണ്ടും അടുത്തൊരു കാര്യം കൂടി നടന്നു. അതെന്താ നടന്നത്? മൂന്നാമത്തത്
നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ എങ്ങാണ്ടെന്ന് ഒരു ശബ്ദം ഉണ്ടായി എന്നല്ല, സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി. പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിൽ നിന്ന് ദൈവം സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത പറയാം. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അപ്പൻ സംസാരിക്കും. സ്തോത്രം. എത്ര പേര് ദൈവശബ്ദം കേട്ടിട്ടുണ്ട്? ഇന്ന് രാത്രി അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ടാകുക. സ്തോത്രം. നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. അതേ എൻ്റെ പ്രയത്നം വ്യർത്ഥമാണെന്നറിയില്ല. ആർക്കോ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്തോത്രം, ഞാൻ ആത്മാവിൽ പറയാം, ഇതാർക്കെങ്കിലും ഒരാൾക്ക് കയറി പിടിച്ചാൽ അവർ നിമിത്തം ഒരു ദൈവപ്രവൃത്തി നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശബ്ദം ഉണ്ടായി. ദൈവശബ്ദം ഉണ്ടായി. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ചില കാര്യങ്ങൾ പറയും. ഇതിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യേശുവിനെ കുറിച്ചാണ്. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചേ. ഒത്തിരി പേര് സ്നാനപ്പെട്ടു, അവരെല്ലാം കയറി അവരുടെ വഴിക്ക് പോയി. പക്ഷെ പ്രാർത്ഥിച്ചോണ്ടിരുന്നവനാണ്, അവന്റെ മേലാണ് ആത്മാവ് ഇറങ്ങിയത്. അവനെ കുറിച്ചാണ് ദൈവം സംസാരിച്ചത്, അല്ലേ? അവനെ കുറിച്ചല്ലേ സംസാരിച്ചത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം അറിയണമെങ്കിൽ ആരുടെയെങ്കിലും അടുക്ക പോയി 500 രൂപ കൊടുത്തിട്ട് തലേ കാണിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്നെങ്കിലും പറഞ്ഞു വിടും. ചിലതൊക്കെ ശരിയായിരിക്കും, ചിലതൊക്കെ പോയി നിന്നിരിക്കും. പക്ഷേ യഥാർത്ഥ ബൈബിളിൻ്റെ മാതൃക, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് ഉറപ്പ് കിട്ടും. നമ്മുടെ വഴി തുറക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് കിട്ടും. അതിപ്പോൾ ദൈവം പാസ്റ്ററും ഞാനും കൂടി മുഖാമുഖം സംസാരിക്കുന്ന പോലെ ആയിരിക്കുകയല്ല ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ മനസ്സിന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന റോമാലേഖനത്തിൽ. സ്തോത്രം. അതിനകത്ത് വാക്കില്ല, ഭാഷണമില്ല. പിന്നെ എങ്ങനെ അറിയും? റോമാലേഖനത്തിൽ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും, സംസാരിക്കും. 8-ാം അധ്യായത്തിലാണ് വായിക്കണമെന്നില്ല. ഇതെല്ലാം വായിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് പോക്ക് നടക്കത്തില്ല. യേശുക്രിസ്തുവിൻ്റെ 7 പ്രാർത്ഥനയാണ് പറയണ്ടേ. ഇപ്പോൾ ഓരണ്ട ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ തന്നെ മിക്കവാറും സമയം ക്ലോക്ക് ഓടി അങ്ങ് മോളിൽ കയറാൻ തുടങ്ങി. അപ്പോൾ സ്തോത്രം കേട്ടെ, ആത്മാവ് സംസാരിക്കും. അത് വാക്കൊന്നുമില്ല, നമ്മുടെ കാതിലല്ല പറയുന്നത്, നമ്മുടെ അന്തരാത്മാവിലാണ്. അതൊരു കോൺഫിഡൻ്റാണ്. നമ്മൾ പറയില്ലേ, എൻ്റെ മനസ്സ് പറയുന്നു ഇന്ന് പോകണ്ട. അതാരും പറഞ്ഞില്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കുന്ന കാര്യമാണ്. അത് മനുഷ്യത്വത്തിൽ നടക്കുന്നതാണ്. എന്നാൽ ഒറിജിനൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംസാരിക്കും. ഞാനൊരു തെളിവ് തരാം. എൻ്റെ കയ്യിൽ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്. നിങ്ങൾ നോക്കി, ഈ യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം. യോശുവ യോർദാൻ്റെ തീരത്ത് വെച്ചാണ് മോശയ്ക്ക് ശേഷം, സ്തോത്രം, മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. യോർദാൻ്റെ തീരത്ത് വെച്ചാണ്. അപ്പം എങ്ങനെ യോർദാൻ കിടന്ന് അക്കരെ പോകുമെന്നുള്ള കാര്യത്തിനകത്ത് കാലേ കൂട്ടി ദൈവം ഒന്നും പറഞ്ഞില്ല. ആളുകളെല്ലാം യോശുവ വഴി തുറന്നു കൊടുത്ത്, ഈ യോർദാൻ തുറന്നു കൊടുത്തിട്ട് അക്കരെ പോകാൻ വേണ്ടി നിൽക്കുക. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുന്ന് വായിച്ചാൽ ഒത്തിരി സമയമെടുക്കും. നിങ്ങളെവിടെയും നോക്കി വയ്ക്കുക, കുറിച്ച് വയ്ക്കുക മതി, ഒത്തിരി. പക്ഷേ ഈ 9 വാക്യത്തിനകത്തും യോർദാൻ പിളർക്കുമെന്നോ, എന്ന് പിളർക്കുമെന്നോ, എങ്ങനെ പിളർക്കുമെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ 1 മുതൽ 9 വരെ പിന്നീട് വായിക്കുമായിരിക്കും ഭംഗി. ഇപ്പോൾ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ല. 1 മുതൽ 9 വരെ വേണമെങ്കിൽ ആ പേജ് അങ്ങ് മടക്കി വെച്ചിട്ട് ഇന്ന് രാത്രി അത്താഴം ഉണ്ടെന്നല്ലോ, ഉപവാസമായിരിക്കുമല്ലോ, ഇനി ഉണ്ടാലും കിടക്കുന്നേക്കെ ആകുമ്പോൾ 9 വാക്യം വായിച്ചാൽ പോരെ, എന്തൊരു നേരം വേണം. അവിടെ എങ്ങും യോർദാൻ എങ്ങനെ പിളർക്കുമെന്ന് എഴുതിയിട്ടില്ല, എന്ന് യോർദാൻ പിളർക്കുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ 10-11 വാക്യങ്ങൾ വായിച്ചേ. എന്നാറേ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടിക്കിടന്ന ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കാൻ ചെല്ലേണ്ടതിന്
നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്, 3 ദിവസം കഴിഞ്ഞിട്ട്. മലയാളത്തിൽ അങ്ങനെയാണ്, ഇംഗ്ലീഷിലാണെങ്കിൽ വിത്തിൻ 3 ഡേയ്സ്. വിത്തിൻ 3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മക്കളെ? 3 ദിവസം കഴിഞ്ഞിട്ടെന്നല്ല, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ. വിത്തിൻ 3 ഡേയ്സ്, 3 ദിവസത്തിനുള്ളിൽ തരാം എന്ന് നമ്മൾ പറയില്ല. അതുപോലെ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ യോർദാൻ കടന്ന് അക്കരെ കയറുമെന്ന് പാളയത്തിനെല്ലാവരോടും പറയാൻ. ഞാൻ ചോദിക്കുന്നു, ആര് പറഞ്ഞു 3 ദിവസം കൊണ്ട് യോർദാൻ കിടക്കുമെന്ന്? ദൈവം പറഞ്ഞു. ഈ 9 വാക്യത്തിനകത്ത് ദൈവം പറഞ്ഞില്ല 3 ദിവസം കൊണ്ട് കിടക്കുമെന്ന് പറഞ്ഞില്ല. തലേ കൈവച്ച് പറഞ്ഞില്ല, ഒരു പ്രവാചകൻ പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരാൾ തലേ കൈവച്ച് അന്യഭാഷ പറഞ്ഞിട്ട് പതിവ് പറച്ചിന് പോലെ പറഞ്ഞില്ലെങ്കിലും ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ നിന്റെ ആത്മാവിനോട് ദൈവാത്മാവ് പറയും, ഈ കഷ്ടം ഇനി അധികം നാൾ നീണ്ടു നിൽക്കില്ല. 1 മാസത്തിനുള്ളിൽ നിനക്ക് വിടുതലുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ നിന്റെ കൊച്ചിന്റെ കാര്യം നടക്കും. അത് ആരും പറഞ്ഞതല്ല, മനസ്സിനകത്ത് ദൈവം ഉറപ്പ് തന്നതാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം കേട്ടോളണം, പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും പ്രകസനമല്ല, ഇതൊരു യോഗമാണ്. ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്നൊരു പ്രോഗ്രാം നടക്കും, സഹോദരന്മാർ പാട്ടുപാടും, കർത്തൃദാസൻ ലീഡ് ചെയ്യും, നിങ്ങളൊന്നിനുണ്ട് പ്രാർത്ഥിക്കും, ഞങ്ങളെപ്പോലെ ആരെങ്കിലും പ്രസംഗിക്കും. ശ്രോത്രം 8-9 മണിയാകുമ്പോൾ ആശീർവാദം പറയും, വീട്ടിൽ പോയി കിടക്കും, നാളെ പിന്നെയും വരും. ഇതൊരു പ്രോഗ്രാമാണ്. പക്ഷെ ഇതിനിടയിൽ പല കാര്യങ്ങളും ദൈവം നമ്മളെ പഠിപ്പിക്കും. അത് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ സഭയെ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗത്തിലെ ദൈവം അതുപോലെ തെളിയിക്കും. നിങ്ങൾ ശ്രമിക്കണം, ദൈവശബ്ദം ഉണ്ടാകും. എങ്ങനെ? നിന്റെ ഒരു വിഷയത്തിന് നടുവിൽ. ഇവിടെയൊക്കെ പറയുമ്പോൾ യോശുവ ചുമ്മാ കൂളായിട്ടിരിക്കാന്ന് വിചാരിക്കരുത്, ചങ്ക് കത്തിയിരിക്കുക. കാരണം അക്കരെ കിടന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന കാര്യം നടക്കുകയല്ല. ജനങ്ങളെല്ലാം കാത്തു നിൽക്കുക, എങ്ങനെ കിടക്കും എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിരാവിലെ, യോശുവയുടെ സ്വഭാവം യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം, അതിരാവിലെ ദൈവത്തിൻ്റെ സന്നിധി പോയിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ആരാണ്ടും പ്രവചിച്ചതല്ല, അവൻ്റെ മനസ്സിനകത്ത് ഉറപ്പ് കിട്ടി, വിത്തിൻ 3 ഡേയ്സ് ഈ കടമ്പ നമ്മൾ കടന്നിരിക്കും. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ, പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, അത് നിങ്ങൾക്കൊരു ഭാരമായി കിടക്കരുത്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ അല്പസമയം ദൈവസന്നിധിയിൽ ആരുമില്ലാതെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പടിപടിയായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ സംഭവിക്കണം. സ്തോത്രം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയ്ക്ക് മീതെ സ്വർഗം തുറന്നെന്ന് മനസ്സിലാകും. നിങ്ങൾ ഇരിക്കുന്നിടത്തെ അന്തരീക്ഷം മാറി വരും. ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. ഈ ഭൂമിയിലിരുന്ന് അനുഭവിക്കുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയിലാ ജീവിക്കുന്നതെങ്കിലും ഈ ഭൂമിയിലിരുന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റും. അതവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം വായിച്ചേ. എബ്രായ ലേഖനം 6-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 4-ാമത്തെ വാക്യമാണെന്ന് ചോദിക്കുക. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും. ആ വാക്ക് കേട്ടെ. മറ്റതൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതാ തുടങ്ങിയത്? എങ്ങനെ? ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം എന്ന് ഉദ്ദേശിച്ചത് രക്ഷയാണ്. സ്വർഗീയ ദാനങ്ങളല്ല, ഏകവചനമാണ്. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം, രക്ഷയാണ് ദൈവത്തിന്റെ ദാനം. അത് ആസ്വദിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അത് മനസ്സിലായി. പിന്നെ ദൈവത്തിന്റെ നല്ല വചനം. ഇതുപോലത്തെ ശുശ്രൂഷയിലേക്ക് ഇരിക്കും വചനം ആസ്വദിച്ചു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും. നോക്കേ, വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? 3 ലോകത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഒന്ന് പുരാതന ലോകം, അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. സ്തോത്രം. നോഹയുടെ കാലത്ത് പുരാതന കാലം. 2 ഇപ്പോഴുള്ള ലോകം.
അതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി വരുവാനുള്ള ലോകമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും, സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട്, അങ്ങനെയല്ലേ വായിച്ചത്, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുക. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ഇവിടെ ഇരുന്നുകൊണ്ട് അനുഭവിക്കുക. പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? തലച്ചോറിനകത്ത് ഒതുങ്ങുമോ? ഇവിടെ ജീവിക്കുന്നൊരു വാടക വീട്ടിലായിരിക്കാം, മൺപുരയിലായിരിക്കാം, പക്ഷെ അതിനകത്തിരുന്നുകൊണ്ട് വരാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ 2000 വർഷമായി ലോകത്തിലുണ്ട്. ആ ലോകത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ. നിങ്ങൾക്കിതെല്ലാം ഭയങ്കര കടിച്ചാ പൊട്ടാത്ത സംഭവമായിട്ട് തോന്നുന്നു എനിക്ക്. സ്തോത്രം. പക്ഷേ ആത്മീകത്തിൽ ചിലരെങ്കിലും മാറ്റിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത്, നിന്റെ വീട്ടിലിരുന്നുകൊണ്ട് സ്വർഗം അനുഭവിക്കണം. വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? സ്തോത്രം. അടുത്ത സർക്കാർ വരുന്നതിനല്ലല്ലോ. ഈ ലോകം മാറിപ്പോകും, ഭൂമി കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. എന്നിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരമായ പുത്തനാം യെരൂശലേം എന്നറിയപ്പെടുന്ന ദൈവവും തൻ്റെ ഭക്തന്മാരും മാത്രം വരുവാനിരിക്കുന്ന ലോകത്തിൽ, ആ ലോകത്തിൻ്റെ ശക്തി ഇവിടെ ഇരുന്നുകൊണ്ട് അനുഭവിക്കും. ചുമ്മാ ഇരുന്നാൽ പറ്റിയല്ല, ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇതൊക്കെ അനുഭവിക്കാം. ഒരു യോഗത്തിൽ വന്ന് നല്ല മനോഹരമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റവും നല്ല പാട്ടുകാരും കൊള്ളാവുന്ന ഒരു പ്രഭാഷകനും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചിരിക്കുകയോ സന്തോഷിക്കുകയോ തുള്ളുകയോ ഒക്കെ ചെയ്യാം. അത് വേറൊരു കാര്യം. പക്ഷെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ മൈക്കില്ല, പാട്ടുകാരില്ല, പ്രസംഗികരില്ല, പ്രവാചകരില്ല, നീയും ദൈവവും തന്നെ ഇരുന്ന് ഒരടച്ചിട്ട മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് സ്വർഗം അനുഭവിക്കാം, ദൈവത്തെ അനുഭവിക്കാം. സ്തോത്രം. ആ ശക്തി ആസ്വദിക്കാം. അനുഭവിക്കുകയല്ല, ആസ്വദിക്കാൻ എഴുതിയിരിക്കുന്നല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ആസ്വദിക്കാം. സ്വർഗം തുറക്കാം. ആത്മാവിൻ്റെ പ്രവൃത്തി കാണാം. കർത്താവ് ഇറങ്ങി വരും. ദൈവശബ്ദം കേൾക്കാം. ദൈവത്തിന് നിന്നെക്കുറിച്ച് പറയാനുള്ളത് നിന്റെ കാതിൽ കേൾക്കാം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു വ്യത്യസ്ത പ്രാർത്ഥനക്കാരനാകണം. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ തുടക്കമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ചരിത്രത്തിൽ ഞങ്ങളുടെ റബിമാരാരും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല യേശു പ്രാർത്ഥിക്കുന്നത്. അത് യേശു ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റു പലരെയും തെളിവിന് കൊണ്ടുവന്നത്. സ്തോത്രം. യോശുവയെയും പൗലോസിനെയും എഗസ്കേലിനെയും ദാനിയേലിനെയും എല്ലാം കൊണ്ടുവന്നത് യേശു തന്നെയല്ല. പലരും പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നടന്നു. പലരും പ്രാർത്ഥിച്ചപ്പോൾ യേശു ഇറങ്ങി വന്നു. പലരും പ്രാർത്ഥിച്ചപ്പോൾ ആത്മശക്തി ഇറങ്ങി വന്നു. പലരും പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പിന്നെ രാത്രി ഇത് കേട്ടിട്ട് ചിലരെങ്കിലും എന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് രാവിലെ മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് ചിലർ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശക്തി ഇരട്ടിയാകും. നിങ്ങൾക്ക് പിന്നെ ഒന്നിനും പേടിയുണ്ടാകില്ല. എന്തും ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. പ്രാർത്ഥന ഫലിക്കുമെന്നൊരു ധൈര്യം നമ്മുടെ അകത്ത് വന്നാൽ, സ്തോത്രം, ആ ധൈര്യം അകത്ത് വന്നാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. സ്തോത്രം. ആ ധൈര്യം സാത്താൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചടങ്ങ് പ്രാർത്ഥനയ്ക്കകത്ത് നീ പ്രാർത്ഥിച്ചാൽ ഒന്നും ഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് വല്ലവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രേരിപ്പിച്ചിട്ടിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ഈ കേരള തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നിന്ന് സ്വർഗം പൊക്കിയെടുക്കുക. ദൈവാത്മാവ് ഈ സഭയ്ക്കകത്തൊരു പുതിയ ഉണർവുണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഇതിനകത്ത് കാഴ്ചവെക്കുക. അതിന് നിങ്ങൾ ആരൊക്കെ തയ്യാറാകുന്നു അവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കാൻ പോകുക. ദൈവം അതിന് വിശ്വസ്തനാണ്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഗംഭീരമായ വ്യത്യാസമായി. എല്ലാ പ്രാർത്ഥനയും വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 1-2 പ്രാർത്ഥനകൾ ഞാൻ വിശദീകരിക്കാൻ ബാക്കിയുള്ളത് പറഞ്ഞു വിടാം.
യേശുവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന, ലൂക്കോസ് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥന 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലാണ്. 5-ാം അധ്യായം. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നോക്കണേ, ഇവിടെ സ്തോത്രം, കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യന് യേശുവിൻ്റെ അടുക്കൽ വന്ന കാര്യമാണ് 12-ാം വാക്യം മുതൽ പറയുന്നത്. അവൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് തൊട്ടപ്പോൾ അവൻ്റെ കുഷ്ഠം മാറി. ആരോടും പറയരുതെന്ന് യേശു പറഞ്ഞു. അത് കഴിഞ്ഞ് പുരുഷാരം ഈ വാർത്ത കേട്ടു. ഇത് ദേശത്തെല്ലാം പരക്കാൻ തുടങ്ങിയപ്പോൾ യേശു ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാൻ പറയാം, കേട്ടെ. ഞാൻ സാധ്യത എടുത്ത് കാണിക്കുക. യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട്, നിസ്സഹായനായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, കുഷ്ഠം നിറഞ്ഞ മനുഷ്യനെ അന്ന് സമൂഹത്തിൽ അടുപ്പിക്കുകയില്ല, വീട്ടിൽ കയറ്റുകയില്ല, പൊതുസ്ഥലത്ത് വരുത്താൻ അറിയുകയില്ല. അത്രയ്ക്ക് വേദപുസ്തകം വെറുക്കുന്ന രോഗമാണ് കുഷ്ഠം. വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഒരു വീട്ടിൽ കുഷ്ഠരോഗി ഉണ്ടായാൽ അപ്പനാണെങ്കിൽ പോലും, യഹൂദൻ്റെ വീട്ടിലാണെങ്കിൽ അവനെ ആ വീട്ടിൽ നിന്ന് ഒരു പാളയത്തിലേക്ക് മാറ്റണം. പിന്നെ ഏതെങ്കിലും കാലത്ത് കുഷ്ഠം സൗഖ്യമാകാൻ സാധ്യത കുറവാണ്, തിരിച്ചു വരാൻ പറ്റുള്ളൂ. ബന്ധങ്ങളെ പോലും മുറിച്ച് കളയുന്നതാണ് കുഷ്ഠം. പാപത്തിന് നിഴലാണ്. ശരീരത്തിൽ വിരലുകൾ മുറിഞ്ഞു പോകുന്നുള്ളതല്ല. അപ്പനാണെങ്കിലും ആ ബന്ധം മുറിച്ച് പാളയത്തിൽ കൊണ്ടാക്കണം. നിയമം അത്ര കഠിനമാണ്. പാപത്തെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പാപം ബന്ധങ്ങളെ പോലും മുറിച്ച് കളയും. എല്ലാം പരിഹാരം ഉണ്ടാക്കിക്കൊള്ളണം കേട്ടോ, ഞാനൊരു വാക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു മനുഷ്യൻ യേശു കരുണാമയനായെന്ന് അറിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് വിനീതമായി ചോദിച്ചു, എന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ടോ? യേശു പറഞ്ഞു, മനസ്സുണ്ട് എന്ന് പറഞ്ഞ് തൊട്ട മാത്രയിൽ അവൻ ശുദ്ധനായി, സൗഖ്യമായി. കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയുള്ളൂ അല്ലേ? ഇവിടെ എഴുതി ചില ദീനക്കാരൊക്കെ വന്ന് സൗഖ്യമായി. പക്ഷേ അക്ഷരികമായിട്ട് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന സ്തോത്രം ആളുകളുടെ മേൽ അക്ഷരികമായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് ലൂക്കോസിൽ. അപ്പം അങ്ങനെ യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗി സൗഖ്യമായി. ഞാൻ യേശു ദൈവമാണെന്നെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, അവൻ്റെ അധികാരത്തെ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ദൂത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുക. യേശു തൊട്ടപ്പോൾ ഒരാളുടെ ശരീരം സൗഖ്യമായപ്പോൾ, ശുദ്ധമായപ്പോൾ കർത്താവിന് തോന്നി മാറിയിരുന്ന് കുറേ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. സൗഖ്യം കിട്ടുന്നതിന് ഓടി വന്നു. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന. അതിനർത്ഥം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം, ഒന്നും നടക്കാത്തത് കൊണ്ടല്ല നമ്മളിങ്ങനെ കൂടെ ഉപവാസം എടുക്കുന്നത്. നമ്മുടെ മനസ്സ്, ഞാൻ പറയുന്ന മനസ്സിലാകുന്ന നീ പരിശോധിച്ച് നോക്കി. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം കഞ്ഞി കുടിക്കുള്ളൂ. കാരണം എന്താ? ഉപവാസമാണ്. കാരണം ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കാത്തതുകൊണ്ട് 365 ദിവസത്തിനകത്ത് 300 ദിവസം ഉപവാസമാണ്. പക്ഷെ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്തൊക്കെയോ നടക്കാൻ തുടങ്ങി. യേശു കൈവച്ചപ്പോൾ ചിലത് സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥന മുറുക്കി. ഇത് തന്നെയാണ് ദാനിയേൽ ചെയ്തത്. 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, യെരൂശലേമിൻ്റെ സ്ഥിതി 70 ആഴ്ച കൊണ്ട് മാറ്റം വരുമെന്ന് ഒരു വാർത്ത, ഒരു ദൂത് ഇരമ്യാവ് എഴുതിയിരിക്കുന്നത് പോലെ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. വാക്യം നോക്കിയേ. യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ. എത്ര വാക്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക.
9:2 യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യെരേമ്യ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിച്ചു കൊണ്ടതിന്. എപ്പോഴാ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, കരയാൻ തുടങ്ങിയത്? ജീവിതത്തിൽ ഒരിക്കലും വിടുതലില്ല എന്ന് കേട്ടപ്പോഴല്ല, എനിക്കൊരു വിടുതൽ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനല്ല. ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? യെരൂശലേമിനൊരു വിടുതലുണ്ട്, ഇനി താമസിക്കത്തില്ല. 70 ആഴ്ച കൊണ്ട് വിഷയത്തിന് പരിഹാരം വരുമെന്നൊരു അറിവ് കിട്ടിയപ്പോൾ അന്ന് വരെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വീണ്ടും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ കുറച്ചുകൂടെ ശക്തമാക്കുക. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ, ചില കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥന കൂട്ടിക്കൊള്ളണം. നിനക്കൊരു വിടുതലുണ്ട്, ഈ സഭയ്ക്കൊരു ഉയർച്ചയുണ്ട്, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ കയ്യിലെ പണം കൊണ്ടല്ല സ്വർഗ്ഗം അവളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ മാനിക്കുമെന്ന് നിനക്കൊരുറപ്പിന്റെ ദൂത് കിട്ടിയാൽ അന്നേരം നീ പ്രാർത്ഥന ഇട്ടിട്ട് പോകരുത്. അങ്ങനെ ഒരു ദൂത് കിട്ടിയാൽ പ്രാർത്ഥന കൂട്ടണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവമാണ്, ദൈവത്തിന് പുത്രനാണ്, ദൈവത്തിന് ഇതൊക്കെ അറിയാം. എങ്കിലും കർത്താവ് കൈമെച്ച മാത്രയിൽ ഒരുത്തൻ്റെ കുഷ്ഠം മാറി. അങ്ങനെ കുഷ്ഠം മാറിയപ്പോൾ സാധ്യത തെളിഞ്ഞു വരികയാ, ഒരവസരം ഉണ്ടാകുക, ദൈവപ്രവൃത്തി ആരംഭിക്കുക. അങ്ങനെ ആരംഭിച്ചപ്പോൾ യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്ത് പോയി മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് സംഭവിക്കാൻ തുടങ്ങിയാൽ, കൈപ്പത്തി പോലത്തെ മേഘം പൊങ്ങിയാൻ തുടങ്ങിയാൽ പ്രാർത്ഥന നിർത്തരുത്. അതിനെ പെയ്ച്ചിട്ട് നിർത്താവൂ. നീ ഒതുങ്ങിപ്പോകരുത്. എന്തോ സംഭവിക്കാൻ പോകുകയാണ്, നിനക്കെന്തോ വിടുതൽ കിട്ടാൻ പോകുകയാണ്, ചില മാറ്റങ്ങൾ വരാൻ പോകുകയാണ്, വീട്ടിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ് എന്ന് ബോധ്യമായാൽ അപ്പോൾ നീ ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിച്ചോളണം. യേശുവിന്റെ പ്രാർത്ഥനാ രീതി തിരക്ക് കൂടുമ്പോൾ പ്രാർത്ഥന നിർത്തുകയല്ല, തിരക്ക് കൂടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അധികം സമയം കണ്ടെത്തുകയാണ്. ഇത് രണ്ടാമത്തത്. ഇനി യേശുവിൻ്റെ ലൂക്കോസ് എഴുതിയിരിക്കുന്ന 3-ാമത്തെ പ്രാർത്ഥന 6-ാമത്തെ അധ്യായത്തിലാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. 12-ാമത്തെ വാക്യമാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അപ്പൊ ഒരു രാത്രി യേശുവിന്റെ 3-ാമത്തെ പ്രാർത്ഥനയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആദ്യത്തെ പ്രാർത്ഥന യോർദാന്റെ തീരത്ത് വെച്ച് എല്ലാവരും കാണയാണ് പ്രാർത്ഥിച്ചത്. 2-ാമത്തെ പ്രാർത്ഥന ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചത്. 3-ാമത്തെ പ്രാർത്ഥന രാത്രി മുഴുവനുമാണ് പ്രാർത്ഥിച്ചത്. ഓരോ പ്രാർത്ഥനയ്ക്കും വ്യത്യാസമുണ്ട്. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കാൻ കാരണം? അവിടെ എഴുതിയിരിക്കുന്നു, ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആ കാലത്ത്. സ്തോത്രം. ആ കാലത്തെന്ന് പറഞ്ഞാൽ ഏത് ഏത് കാലത്താണെന്ന് അറിയണമെങ്കിൽ 11-ാം വാക്യം മുതൽ വായിക്കണം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ആ കാലത്ത്. ഏത് കാലത്ത്? യഹൂദന്മാരെല്ലാരും കൂടി ഭ്രാന്ത് നിറഞ്ഞു. യേശുക്രിസ്തുവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ചിലർക്ക് ഭ്രാന്ത് നിറഞ്ഞു. അപ്പം അന്നും ഇന്നും ഓർത്തോളണം, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അപ്പം തന്നെ സാത്താൻ ഈ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് നിറച്ചത്. സാത്താൻ പരിശുദ്ധാത്മാവ് കൊണ്ടല്ല, ഭ്രാന്ത് കൊണ്ടാണ് നിറച്ചത്. സ്തോത്രം. ഭ്രാന്ത് നിറഞ്ഞാൽ എന്തും ചെയ്യും. ചില ആളുകളെ അങ്ങ് വട്ടരാക്കി. അപ്പം നമ്മുടെ ഈ നാട്ടിലൊക്കെ ചിലർ സ്തോത്രം ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർത്തുള്ള സാത്താൻ അവരെ ഭ്രാന്തരാക്കിയിരിക്കുക. അവർ ഭ്രാന്ത് നിറഞ്ഞവരായി.
ഭ്രാന്ത് നിറഞ്ഞവരായിട്ട് യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. അതിനർത്ഥം യഹൂദന്മാരുടെ ഇടയിൽ ഒരാലോചന ഉണ്ടായി, ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, വെറുതെ വിടാൻ പറ്റില്ല എന്ന് ചേർക്ക് തോന്നിയതല്ല, ചിലർ കൂടി തമ്മിൽ ആലോചിക്കാൻ തുടങ്ങി. ഇത് യേശു അറിഞ്ഞു. ഇത് യേശു അറിഞ്ഞപ്പോൾ കർത്താവ് നേരെ എന്നാ വാടാ കാണിക്കാന്ന് പറഞ്ഞില്ല, കേസ് കൊടുക്കാൻ പോയില്ല, ഒന്നിനും പോയില്ല, നാട് വിട്ടുപോയില്ല. ഇതറിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രാത്രി മാറ്റിവെച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ മൂന്നാമത്തെ കാര്യം പറയാം. നിനക്കെതിരെ ചിലർ ഭ്രാന്ത് കയറുമ്പോൾ, നിനക്കെതിരെ ചിലർ സംഘം ചേരുമ്പോൾ, നിനക്ക് വിരോധമായി ചിലർ പ്രവർത്തിക്കുമ്പോൾ, ആ സമയത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ മാതൃക സാധാരണ പ്രാർത്ഥനയല്ല, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്തോത്രം മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ കാരണം ഇതുപോലെ പ്രാർത്ഥിച്ചൊരുവൻ ലോകത്തിൽ വേറെയില്ല. പ്രാർത്ഥന കൊണ്ടെല്ലാം നേരിട്ടവൻ വേറെയില്ല. കേസും കൊണ്ടും വഴക്കും കൊണ്ടും ഗുണ്ടായുസം കൊണ്ടും ഒളിപ്പോര് കൊണ്ടും തന്ത്രം കൊണ്ടും പണം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും ഇവിടെ പലരും പലതും നേടുമ്പോൾ എൻ്റെ യേശു പ്രാർത്ഥന കൊണ്ടാണ് സകലതും നേടിയത്. ഇന്ന് രാത്രി ഏത് വിഷയത്തെയും പ്രാർത്ഥന കൊണ്ട് നേരിട്ട ഒരു നായകനാണ് നമുക്കുള്ളത്. ആ കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്നു. സ്വർഗം പറയുന്നു സ്തോത്രം, ഹല്ലേലൂയ, അവൻ പ്രാർത്ഥന കൊണ്ട് സകലത്തെയും നേരിട്ടു. ഏത് വിഷയം വന്നാലും പ്രാർത്ഥിച്ചു. അവനെതിരെ പ്രശ്നം വന്നാൽ, ആളുകൾ അവനെതിരെ ഭ്രാന്ത് കയറിയാൽ, അവനെതിരെ ഗൂഢാലോചന നടത്തിയാൽ, എന്തു ചെയ്താലും പ്രാർത്ഥന കൊണ്ട് നേരിടുന്ന ഒരു ജീവിത ശൈലി കർത്താവ് കാഴ്ചവെച്ചു. സ്തോത്രം. 3 ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാം കൂടി എന്താണെങ്കിലും പറഞ്ഞ് തീരുകയില്ല. ഓരോന്നോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഈ രാത്രി ഉപസംഹാരം കുറിക്കും. സ്തോത്രം. 7 പറഞ്ഞ് തീർക്കാൻ നോക്കിയാൽ ഒരു 9:30-10 മണിയാവും. നിങ്ങളൊരു 11 മണി വരെ ഇരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒത്തിരി ദൂരത്ത് പോകേണ്ടതിൻ്റെ പേരിൽ അത്രയും പറയുകയല്ല. സ്തോത്രം. പിന്നെ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പറയാതിരിക്കുവാണെങ്കിൽ അടുത്ത കൊല്ലം വിളിക്കുമെന്ന്. സ്തോത്രം. അപ്പോൾ ഇന്ന് ഞാൻ മുഴുവൻ പറയുന്നില്ല, ബാക്കി 2-3 വാക്കുകൾ പുറകിലിട്ടേക്ക്, കാരണം പറഞ്ഞാൽ തീരുകയല്ല. അതുകൊണ്ട് ഓരോന്നോടെ നമുക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ മാതൃക കൂടി പറഞ്ഞ് അത് 9-ാം അധ്യായത്തിൻ്റെ 17-18 9-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് നോക്കി. എല്ലാവരും തിന്നു തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ടയെടുത്തു. അവൻ തനിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ മതി. സ്തോത്രം. അതൊന്ന് പറഞ്ഞു വിടാം ഞാൻ. സ്തോത്രം പറഞ്ഞു വിടാം. 9-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയും കൊണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. 9-ാം അധ്യായത്തിലെ 4-ാമത്തെ പ്രാർത്ഥനയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം എല്ലാവരും കൊട്ട നിറയ്ക്കുമ്പോൾ യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ത് കാര്യം നടന്നാലും അതിൻ്റെ പുറകിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു ശീലം അതവിടെ നിൽക്കട്ടെ. അടുത്തതോടെ പറഞ്ഞ് നിർത്താം. അതിന്റെ 28-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി. മതി. ബാക്കി അത് മറുരൂപരുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇത് 5-ാമത്തെ പ്രാർത്ഥനയാണ് ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന. 5-ാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഒരു മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ്ടരെയും രോഗം മാറിയെന്നല്ല, ആരാണ്ടരെയും കുഷ്ഠം മാറിയെന്നല്ല, യേശുവിൻ്റെ മുഖഭാവം മാറി. അപ്പം അതിനെ നിങ്ങൾ എഴുതി വെക്കുന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. പ്രാർത്ഥന തന്നെത്താൻ മാറ്റമുളവാക്കും. അവൻ്റെ മുഖം മാറി, സൂര്യനെ പോലെയായി, അവൻ്റെ വസ്ത്രം മിന്നുന്നത് പോലെയായി. ഞാൻ 5-ാമത്തെ കാര്യം പറയാം. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റം ദൈവമായ കർത്താവ് ഇടയാക്കും. നിങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തും. നിൻ്റെ സ്ഥിതി മാറും, നിൻ്റെ വസ്ത്രം മാറും, നിൻ്റെ മുഖം മാറും, നിൻ്റെ അധികാരം മാറും. സ്വർഗത്തിൽ നിന്ന് ആൾ വന്ന് നിന്നോട് സംസാരിക്കും. നീ നിൽക്കുന്ന സ്ഥലം മിന്നി ശോഭിക്കും. അങ്ങനെ എന്തെല്ലാം അവിടെ വ്യാഖ്യാനിക്കാമെന്നറിയാമോ? ഒരു ദിവസത്തെ പ്രസംഗത്തിൻ്റെ വഴി അവിടെയുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിർത്തുക. 6-ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച 11-ന്റെ സ്തോത്രം 11-ന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അവനൊരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വായിച്ചത്.
ഇനി ഏഴാമത്തെയും കൂടി പറഞ്ഞു വിടാം. 22:42. 22:42 പറഞ്ഞ് ഞാൻ മടങ്ങി പോവുകയാണ്. 22:42 എന്താ എഴുതിയിരിക്കുന്നത്? മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ 7 പറഞ്ഞു, കടവിട്ടിട്ടില്ല കേട്ടോ. സ്തോത്രം. 7 പറഞ്ഞു, വിശദീകരിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഏഴാമത്തെ പ്രാർത്ഥന ഗദസമന തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. അവിടെ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണമേ. ബലഹീനനായി പ്രാർത്ഥിക്കുക. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് കർത്താവിനെ തൊട്ടു, പെട്ടെന്ന് ബലപ്പെട്ടു. ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ 7 പ്രാർത്ഥന എല്ലാം വ്യത്യസ്തമാണ്. ഈ പ്രാർത്ഥനാ ജീവിതം കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ഒരനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളെ പിൻപറ്റാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. വേറെ ഒരു കൃപാവരവും നമ്മുടെ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നറിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരാൻ ചിലർ തയ്യാറാകും. അവർ ചിലത് പഠിക്കാൻ ആഗ്രഹിക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഇന്ന് രാവിലെയും വൈകുന്നേരവുമായി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നാൽ ജീവിതം മാറും. ഇന്ന് രാത്രികാലം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ ദൈവസന്നിധി. കർത്താവേ, ഒരു മാറ്റത്തിന് ഞാൻ തയ്യാറാണ്. എൻ്റെ വീട് മാറണം, എൻ്റെ രോഗം മാറണം, എൻ്റെ കടം മാറണം, എൻ്റെ കൊച്ചിൻ്റെ സ്വഭാവം മാറണം എന്നെല്ലാം പ്രാർത്ഥിക്കും. അതെല്ലാം നടക്കണമെങ്കിൽ എല്ലാം കൂടി ചേർത്ത് വെച്ച ഒറ്റ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറിയാൽ എന്നെ തന്നെ മാറ്റിയെടുക്കാം. അതിനിന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. സ്തോത്രം. കടം മാറണം, രോഗം മാറണം, വീട് മാറണം, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അതിനെല്ലാത്തിനും കൂടി സ്വർഗം ഒരു മറുപടി പറയുക, നിന്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ മാറ്റിത്തരാം. എൻ്റെ ആത്മാവിനെ അയച്ച് നിന്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ മാറ്റിത്തരാം. അതോടെ എല്ലാം മാറാൻ തുടങ്ങും, എല്ലാം മാറാൻ തുടങ്ങും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ സത്യം അറിയുന്ന ദൈവമക്കൾ അതരം അടച്ചു വെക്കാതെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ, പോകാൻ ധൃതി പിടിക്കാതെ വേഗത്തിൽ പ്രാർത്ഥിച്ചേ, ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന മാറിയാൽ എൻ്റെ വീട് ശരിയാകും, എൻ്റെ പ്രാർത്ഥന മാറിയാൽ എൻ്റെ ജീവിതം ശരിയാകും എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്തേ. പരിശുദ്ധ ദൈവമേ, ഈ കരമടിച്ച് സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ പറയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം വരണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. ഇതിനകത്ത് പ്രാർത്ഥന പോരാളികൾ ഉണ്ടാകണമേ. വ്യത്യസ്തമായ പ്രാർത്ഥനയാൽ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസനും കുടുംബത്തിൻ്റെ അവരുടെ കുഞ്ഞുങ്ങൾക്കുമായി ഈ സഭയിൽ നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, വളർന്നു വരുന്നവരെ എല്ലാവരെയും പ്രാർത്ഥന കൊണ്ടൊരു ഭയങ്കര ഉണർവ് ഇവിടെ ഉണ്ടാക്കാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. ഇവർ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. പ്രാർത്ഥന മാറിയത് ഇവർ അറിയട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ആത്മപ്രവാഹം ഉണ്ടാകട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം മുഴങ്ങട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ കുറിച്ചുള്ള വെളിപ്പാടുകൾ വെളിപ്പെടട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ തുറക്കപ്പെടട്ടെ. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതം മാറട്ടെ. അങ്ങനെ സംഭവിക്കണം. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ സഭയെ കാണാനിടയായ ഭയങ്കര തീപ്പൊരി ആരാധനയുള്ള എന്റെ ദൈവമേ, യൗവനക്കാരെ കൊണ്ട് നിറഞ്ഞ, പുതിയ ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു കൂട്ടമായി കാണാൻ ഇടയാകണമേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ ഇവിടെ വന്നത് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ച് തന്നെ ദൈവത്തിന് സ്തോത്രം.